ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ ഫൈനൽ പാർട്ടാണ് കാണാൻ പോകുന്നത്. ഇപ്പൊ അടുത്ത നാള് മുതൽ 4 സിംഗേഴ്സും ഹീറോയിന്റെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അവളോട് അട്രാക്ഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഗ്യാങ്ങില് സുഹോ എന്നൊരു മെമ്പർ ഉണ്ട്. അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് ഹീറോയിന്റെ ബ്രദർ ഉണ്ടല്ലോ, അവന്റെ അടുത്ത് ചെന്ന് നിന്റെ സിസ്റ്റർ ഞങ്ങളെ എല്ലാവരും എങ്ങനെയാ കാണുന്നത്, അവൾക്ക് ഞങ്ങളെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുവാണ്. എന്റെ സിസ്റ്റർക്ക് നിങ്ങളെ തീരെ ഇഷ്ടമല്ല, കാണുന്നതേ പേടിയാണെന്ന് ബ്രദർ പറയും. കാരണം സ്റ്റാർട്ടിങ്ങിലെ അവള് പറഞ്ഞിരുന്നല്ലോ വേറെ 2 പയ്യന്മാരെ കണ്ടിട്ട് ആ 4 പയ്യന്മാരെ എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ടാണ് ബ്രദർ ഇപ്പോ ഇങ്ങനെ പറയുന്നത്. കട്ട് ചെയ്താല് നമ്മുടെ ഹീറോയിൻ തന്നെ അവരുടെ വീട്ടിലേക്ക് ചെന്ന് ചാനുമായിട്ടാണല്ലോ ഇവള് കൂടുതലായിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നേരിട്ട് അവന്റെ അടുത്ത് ചെന്ന് സോറി പറയാണ്. ഞാൻ അറിയാതെയാണ് എല്ലാം ചെയ്തത്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ചാനും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ സാധാരണ ക്ലീൻ ചെയ്യാൻ വരുന്ന പെൺകുട്ടിയെ പോലെ ഇവള് വരാൻ തുടങ്ങി. ഇതിന്റെ കൂടെ ചാൻ എങ്ങനെയെങ്കിലും അവന്റെ മുത്തശ്ശന്റെ ചെയിൻ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് കഴിയുന്നത്ര തേടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവന് കിട്ടുന്നതേ ഇല്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിന്റെ ബ്രദർ ആ സത്യം കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന 4 പയ്യന്മാരും ഫേമസ് ആയ സിംഗേഴ്സ് ആണെന്ന്. ഇതറിഞ്ഞ അവനും വളരെ ഷോക്കിലാണുള്ളത്. അതേസമയം ഹീറോയിൻ മാർക്കറ്റിൽ പോയി തിരികെ വരുമ്പോ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണോ എന്നറിയില്ല. ആദ്യം അവൾക്ക് ക്രഷ് തോന്നിയ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ സ്കൂളില്, ആ പയ്യൻ വരുന്നുണ്ട്. അവനെ വഴിയിൽ വെച്ച് കണ്ടതും അവൾക്ക് മുഖമെല്ലാം ചുവക്കാൻ തുടങ്ങി. പക്ഷെ അവൻ ഇവളോട് കുറച്ച് ഹാർഷായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടതും ആ സമയം അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നോളം നമ്മുടെ 4 പയ്യന്മാരും അവിടെ വന്ന് നിൽക്കുവാണ്. ഇവന്മാർ അവനെ പേടിപ്പിച്ചതും ആ ബോയ് ഫ്രണ്ട് പയ്യനും അവിടെ നിന്ന് പേടിച്ചോടിക്കളയും. ഇവർക്ക് 4 പേർക്ക് നമ്മുടെ ഹീറോയിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നാ തോന്നുന്നേ. എങ്ങനെയെങ്കിലും അവളെ സെറ്റ് ആക്കാനാണ് ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തില് ഡിയോ എന്നൊരു പയ്യനും കൂടിയുണ്ട്. അവൻ അവൾക്ക് കുറച്ച് റൊമാൻറ്റിക് ആയ ബുക്സുകളൊക്കെ കൊടുത്തിട്ട് വായിക്കാൻ പറയും. അവൾ ആ സ്റ്റോറി എല്ലാം വായിക്കുമ്പോൾ അവളാണ് അതിലെ ഹീറോയിൻ ക്യാരക്ടർ എന്നാണ് വിചാരിച്ചുകൊണ്ടേ വായിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് നാണം വരാൻ തുടങ്ങിയതും വേഗം അവള് നാണത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിക്കളയും. ഇത് കണ്ട് ഇവന്മാരെല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്തായാലും ഇവർക്ക് 4 പേർക്കും അവളോട് ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അവളോട് വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്യാൻ പറയുന്നു, മറ്റു ജോലികളൊക്കെ ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അവൾക്ക് പറ്റുന്ന പോലെ ജോലികളെല്ലാം അവളും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കെ ഇവരുടെ ഗ്യാങ്ങിലുള്ള മറ്റൊരു പയ്യനും കൂടി വരുന്നുണ്ട്. അവന്റെ പേര് കായ് എന്നാണ്. പിന്നീട് ഇവരെല്ലാവരും കൂടി ചേർന്ന് സിറ്റിയിലുള്ള മറ്റു മെമ്പേഴ്സിനെ കാണാൻ വേണ്ടി പോകും. അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അവര് ഫോട്ടോഷൂട്ടുകളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ വെച്ചും നമ്മുടെ ഹീറോയിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. ഒരു സുന്ദരി പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന്. ഇത് കേട്ട മറ്റു മെമ്പേഴ്സ് എല്ലാവരും അവളോട് വരാൻ പറയാണ്. ഇവൾ അവരുടെ ഫാനും കൂടിയാണല്ലോ, അതുകൊണ്ട് അവളും ശരി ഓക്കെ വരാമെന്ന് പറഞ്ഞ് അവരെ കാണാൻ വേണ്ടി പോകും. 5ാമതായി ഒരു പയ്യൻ കൂടി വന്നിരുന്നല്ലോ, കായ് എന്ന് പേരുള്ളവൻ. അവൻ നമ്മുടെ ഹീറോയിനുമായിട്ട് കുറച്ച് ക്ലോസ് ആകാൻ തുടങ്ങി. ഇതൊന്നും ചാനിന് തീരെ ഇഷ്ടാകുന്നില്ല. അവന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്, നല്ല ജലസ് ആയിട്ട് ഫീൽ ആകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതേ ചിന്തയില് അവൻ വീട്ടിൽ വന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ മുത്തശ്ശൻ സ്വപ്നത്തിൽ വന്ന് പറയുന്നുണ്ട്, പൊന്നു കൊച്ചുമകനെ, നീ എന്തിനാ എവിടേക്ക് വന്നത്? എന്റെ ചെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ? എന്നാലല്ലേ നിനക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കൂ. പക്ഷെ നീ അതെല്ലാം വിട്ടിട്ട് അടുത്ത വീട്ടിലെ പെൺകുട്ടിയെ വളയ്ക്കാൻ നോക്കുന്നു. അതൊക്കെ പോട്ടെ, പക്ഷെ നീ ഇവിടെ വന്നത് മുതൽ 2 തവണ ആ ചെയിൻ മിസ്സാക്കി. അത് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. ഉടനെ ഇവനും സ്വപ്നത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നുണ്ട്. എന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ ആ ചെയിൻ 2 തവണ മിസ്സാക്കിയെന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് എന്റെ അടുത്ത് തന്നെയുണ്ട്, എങ്ങനെയും അത് കണ്ടുപിടിച്ച് തീരുമെന്ന് അവൻ ചിന്തിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ പുതിയതായിട്ട് വന്ന മെമ്പർക്കായി അവനുമായി നമ്മുടെ ഹീറോയിൻ വളരെയധികം ഇടപഴകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കാണെ അവന് ജലസ് ആകുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് ആ ചെയിൻ കണ്ടുപിടിക്കണമെന്നാണ് അവന്റെ ഒരേ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി അവൻ രാത്രി മുറ്റത്ത് മുത്തശ്ശൻ വെച്ച മരത്തിനടിയിലൊക്കെ കുടിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയും എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. നൈറ്റ് മുഴുവൻ ഇങ്ങനെ തേടിക്കൊണ്ടിരുന്നത് കൊണ്ട് രാവിലെ അവന് സുഖമില്ലാതെയായി. ഈ നേരത്തെല്ലാം ആ കായ് ഹീറോയിന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ ഇങ്ങനെ അവളുടെ അടുത്ത് സംസാരിക്കുന്നത് മറ്റു മെമ്പേഴ്സിന് ഇഷ്ടാകുന്നില്ല. നീ ഉടനെ തന്നെ തിരികെ പോ, 10 ദിവസം എന്ന് പറഞ്ഞല്ലേ വന്നത്, ഉടനെ നീ പോകാൻ നോക്കെന്ന് പറഞ്ഞാല് അവനും പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഉണ്ടാകും. ഇപ്പോ സുഖമില്ലാതെ ചാൻ കിടക്കുന്നുണ്ടല്ലോ, അവൻ മുത്തശ്ശനുമായിട്ട് സ്വപ്നത്തിൽ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശൻ, ഞാൻ ഒരുപാട് തേടി നോക്കി, എനിക്ക് അത് കിട്ടിയേയില്ല. എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ? ഞാൻ കണ്ടുപിടിക്കാമെന്ന പോലെ അവൻ ചോദിക്കും. ശരി, ക്ലൂ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് അവർ റെഡ് കളർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. സ്വപ്നത്തിൽ നിന്ന് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോ അവന് ഹോട്ട് വാട്ടർ ഒക്കെ വെച്ചിട്ട് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഹീറോയിൻ. അവളുടെ കവളൊക്കെ നന്നായിട്ട് ചുവക്കുന്നുണ്ട്. കാരണം ചാനിന്റെ അടുത്ത് ഇരുന്നിരുന്ന് അവന് നോക്കുന്നത് കൊണ്ട് അവൾക്ക് ഷൈ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഹീറോയിന്റെ ബ്രദറിനെ കണ്ട് സംസാരിക്കാനായിട്ട് സുഹോ വരുന്നുണ്ട്. ആക്ച്വലി ആ ഗ്യാങ്ങില് സുഹോ മാത്രം
മാത്രമേ നമ്മുടെ ഹീറോയിന്റെ ബ്രദറുമായിട്ട് സംസാരിക്കുന്നുള്ളൂ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതുവഴി 2-3 സ്കൂൾ പെൺകുട്ടികൾ നടന്നു പോകുന്നുണ്ട്. അവരും എക്സോ ഗ്രൂപ്പിന്റെ ഫാൻ ആണെന്നാ തോന്നുന്നത്. സൂഹോനെ കണ്ടതും അവർക്ക് മനസ്സിലായി അവൻ ഈ ബാൻഡിലെ മെമ്പർ ആണെന്ന്. അടുത്ത സെക്കൻഡിലെ സൂഹോ അല്ലേ എക്സോ ഗ്രൂപ്പിലെ മെമ്പർ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ ഓടി വരാൻ തുടങ്ങി. ഒരു വഴി അവരുടെ കണ്ണ് വെട്ടിച്ച് ഹീറോയിന്റെ ബ്രദറും സൂഹോയും ഒരു പ്ലേസിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. നീ വേണം എന്നെ രക്ഷിക്കാൻ എന്ന് സൂഹോ ബ്രദറിനോട് ഒരു ഹെൽപ്പ് ചോദിക്കുവാണ്. നീ എന്നെ പോലെ ക്യാപ്പ് ഇട്ട് ഓടിപ്പോ, അവരെ ഞാനാണെന്ന് കരുതി നിന്നെ ഫോളോ ചെയ്ത് വന്നോളും. ഈ ടൈം യൂസ് ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞതും എന്നാലും അവൻ പറയുന്നത് പോലേക്ക് അവൻ ചെയ്യുന്നുണ്ട്. ബ്രദറും ക്യാപ്പൊക്കെ വെച്ചിട്ട് മുഖം തിരിഞ്ഞ് നോക്കാതെ ഓടാൻ തുടങ്ങി. ഇത് കണ്ട ആ പെൺകുട്ടികളോ സുഹോ ആണെന്ന് കരുതി അവനെ ഫോളോ ചെയ്ത് ഓടാൻ തുടങ്ങി. കട്ട് ചെയ്താല് ചാനിനെയാണ് കാണിക്കുന്നത്. അവൻ ഓർക്കുന്നത് പോലെ കുറച്ച് ഫ്ലാഷ് ബാക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ചാൻ ചെറുതായിരിക്കുമ്പോൾ ഹീറോയിനെ അവൻ അറിയാം. അവർ കൂടെ കൂടെ പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് മീറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഹീറോയിൻ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് കരയുന്നതോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നതോ കണ്ടാല് ചാനാണ് അവളെ കംഫോർട്ട് ചെയ്യുന്നതും അവളോട് കുറച്ചെങ്കിലും ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നതും. ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ചാനിന് ഓർമ്മയുണ്ട്, പക്ഷെ നമ്മുടെ ഹീറോയിന്റെ ഓർമ്മയിലില്ല. അതുകൊണ്ടാണ് ഇതൊന്നും അവൻ അറിയാത്ത പോലെ അവളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ചാനും ഇവളും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന കാര്യം ചാൻ വേറൊരു കാര്യം കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഇവര് താമസിക്കുന്ന ഈ വീട്ടില് ഒരു രഹസ്യമുറി ഉള്ളത്. ബുക്കെല്ലാം അടുക്കി വെക്കുന്ന ഒരു കബോർഡ് ഉണ്ടല്ലോ, അതിന് പിന്നിലായിട്ടാണ് അതുള്ളത്. ഈ റൂമിൽ എങ്ങാനും ആയിരിക്കും ആ ചെയിൻ ഉണ്ടാകുമോ എന്ന് കരുതി ഹീറോയും അതിനകത്ത് പോയി അത് തേടിക്കൊണ്ടിരിക്കുമ്പോ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. എന്തായത് ഈ റൂം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവളും ഉള്ളിലേക്ക് പോകുവാണ്. പക്ഷെ ഇവിടെ ഉള്ളിലേക്ക് പോയ നേരത്ത് ആ ഡോറ് ക്ലോസ് ആകുന്നുണ്ട്. ഇവര് 2 പേരും അതിനുള്ളിൽ പെട്ടുപോകും. എങ്ങനെ പുറത്തു പോകുക എന്നറിയാതെ ഉള്ളിൽ നിന്ന് അവര് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ പുറത്താരും കേൾക്കുന്നില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. ആരും അവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നില്ല. സോ വേറെ വഴിയില്ലാതെ ഇവിടെ തന്നെ രാത്രി കഴിച്ചുകൂടാമെന്ന് തീരുമാനിക്കുവാണ്. നല്ല തണുപ്പുണ്ട്. ഒരു ബെഡ്ഷീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 2 പേരും ഉറങ്ങാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോ എല്ലാവർക്കും ഷോക്ക്. നമ്മുടെ ചാനിനെയും ഹീറോയിനെയും ഒരുമിച്ച് കാണുന്നില്ല. ഇവര് തെറ്റിദ്ധരിക്കുവാണ് ചാനും ഹീറോയിനും ഒളിച്ചോടിപ്പോയെന്ന്. എന്നാലും വിടാതെ അവരെല്ലാവരും അവർക്ക് വേണ്ടി തേടാനായിട്ട് തുടങ്ങി. ഹീറോയിന്റെ ബ്രദർ ആണെങ്കിൽ റോഡിലിറങ്ങി അവളുടെ ഫോട്ടോ വെച്ച് തേടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയും അവളെ കണ്ടു കിട്ടുന്നില്ല. എവിടെയാ അവര് 2 പേരും പോയിരിക്കുന്നതെന്ന് ഇവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഉള്ളിൽ ആ രഹസ്യമുറിയിൽ 2 പേരും നല്ല ഉറക്കത്തിലായിരിക്കും. ഉണർന്നതും പുറത്തു കിടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തേടാൻ തുടങ്ങി. പെട്ടെന്നാണ് മുറിയിൽ ഉണ്ടായിരുന്ന ഒരു ബൾബ് ഫ്യൂസ് ആയി പൊട്ടിത്തെറിക്കുന്നത്. ഹീറോയിൻ പേടിച്ച് പിന്നിൽ നിൽക്കുന്ന ചാനിന്റെ മേലേക്ക് ചായുവാണ്. അപ്പോഴാണ് നമ്മുടെ ചാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഇവന്റെ മുത്തശ്ശൻ മറച്ചു വെച്ചെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ ചെയിൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഹീറോയിന്റെ കഴുത്തിലാണ് ഉള്ളത്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞ ആ റെഡ് എന്ന ക്ലൂവ് ഇവളുടെ കവിളുകളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഈ സമയം ഹീറോയിനെ തേടി തേടി അവളുടെ ബ്രദർ ഈ മുറിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ തുണിയെല്ലാം തൂക്കിയിടുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് കണ്ടതും അവൻ ഓടിച്ചെന്ന് കുംഫു വിദ്യകളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തതും കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ആ സീക്രട്ട് റൂമിന്റെ ഡോർ ഓപ്പൺ ആകുവാണ്. അപ്പോ ഇതായിരിക്കാം ആ ഡോറിന്റെ കീ എന്നാ തോന്നുന്നേ. ഇപ്പൊ എങ്ങനെയോ ഹീറോയിൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. പുറത്തു വന്നതും പിറ്റേ ദിവസം അവരെല്ലാവരും അവനെ വട്ടം കൂടി പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഇവര് 2 പേര് രാത്രി ഒന്നിച്ച് സ്പെൻഡ് ചെയ്തത് കൊണ്ട് എന്തായാലും ഇവര് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് അവർക്കിടയിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇത് ഡിയോ എന്ന് പറഞ്ഞ മെമ്പറിന് ഇഷ്ടാകുന്നില്ല. അവൻ ഒരുമാതിരി ജലസ് ആകുന്നുണ്ട്. കാരണം അവന് ഹീറോയിന് വളരെ ഇഷ്ടമാണ്. ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ മുത്തശ്ശന്റെ ചെയിൻ അവൻ തിരികെ വാങ്ങിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ വീട്ടില് ചെറിയ വയസ്സിൽ ഉണ്ടായിരുന്ന പയ്യൻ ഞാനാണ്. നമ്മൾ 2 പേരും ചെറുപ്പത്തിലെ ഫ്രണ്ട്സ് ആയിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോയിനും എല്ലാം ഓർമ്മ വരുന്നത്. ഈ ഗ്യാപ്പില് ചാൻ അവന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുന്നുണ്ട്. നമുക്ക് 2 പേർക്കും ഡേറ്റിങ്ങിന് പോയാലോ എന്ന്. ഇത് കണ്ട് ഡിയോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്താണ് ആരോ അവനെ കോൾ ചെയ്ത് ഇതേപോലെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു മെമ്പർ ഉണ്ടല്ലോ, അവനെ കാണുന്നില്ലെന്ന് വിളിച്ചു പറയുന്നേ. ആക്ച്വലി ഇപ്പൊ കാണാതെ പോയ ആ മെമ്പറിന് ലാസ്റ്റ് ടൈം പ്രാക്ടീസിലായിരിക്കുമ്പോൾ കാലൊടിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എനിക്കിനി ഡാൻസ് കളിക്കാൻ പറ്റില്ല, ഇനി എനിക്ക് ഒരു സിംഗർ ആയിട്ട് തുടരാനും കഴിയില്ല എന്ന് അവൻ വിചാരിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അവരാരും അറിയാതെ ഇപ്പൊ അവൻ ഓടിച്ചോടി പോയിട്ടുള്ളത്. പക്ഷെ അവൻ പിന്നെയും ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്ലേസിൽ വന്ന് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്യാങ്ങിലെ മെമ്പേഴ്സ് എല്ലാവരും വന്ന് അവനെ ഒരു വഴിയെ കണ്ടുപിടിക്കുന്നത്. കാലല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ, അത് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇതും പറഞ്ഞ് നീ ഈ ബാൻഡ് വിട്ടൊന്നും പോകാൻ പാടില്ല, എന്നും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് മെമ്പേഴ്സ് എല്ലാവരും അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അവനും അത് കേട്ട് ഒരുപാട് സമാധാനം ആകുന്നുണ്ട്. കട്ട് ചെയ്താലേ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ചെറിയ വയസ്സിലെ ചാനും ഇവളും കളിക്കാറുള്ള ആ പാർക്കിൽ വന്ന് അവൾ അവനെ കാത്തിരിക്കുമായിരിക്കും. ചാൻ അവളോട് ഡേറ്റിന് പോകാമെന്ന് വിളിച്ചിരുന്നല്ലോ, അതിന് അവളും മെസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാനിനെ കാണാത്തത് കൊണ്ട് നിർത്താതെ അവള് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവനതിന് റെസ്പോൺസ് ഒന്നും ചെയ്യുന്നില്ല. കാരണം അവൻ തിരികെ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. കാറിൽ അവൻ നല്ല
നല്ല ഉറക്കത്തിലായിരിക്കും. ഇവൻ റെസ്പോൺസ് ഒന്നും ചെയ്യാത്തത് കണ്ട് ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ആയി അവരുടെ കാർ ആ വഴി പാസ് ചെയ്ത് പോകുന്നത്. ഹീറോയിൻ ആ പാർക്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടതും ചാൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന്, നീ അയച്ച മെസ്സേജ് ഒന്നും ഞാൻ കണ്ടില്ല, ഉറങ്ങിപ്പോയിരുന്നു, സോറി എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. അടുത്ത 6 മാസത്തേക്ക് അവർ പിന്നെയും സ്റ്റേജ് പെർഫോം ചെയ്യാനായിട്ട് പോകുവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരികെ പോകണം. അതുകൊണ്ട് ആരും അറിയാതെ അവര് രാത്രി തന്നെ അവിടെ നിന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങുവാണ്. ബ്രദറും സുഹോയും ആണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നേ. അവർക്ക് വിട്ടുപിരിയാനേ മനസ്സ് വരുന്നില്ല. പോയിട്ട് വരാം ബ്രദർ എന്ന് ടാറ്റ കൊടുത്തിട്ടാണ് അവൻ പോകുന്നത്. ഇവര് പോയ കാര്യം നമ്മുടെ ഹീറോയിന് അറിയില്ലല്ലോ. ഇപ്പൊ മാർക്കറ്റിൽ പോയി അവള് തിരികെ വരുമ്പോ വീട്ടിൽ ആരെയും കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു ഗിറ്റാർ മാത്രം അവൻ വെച്ചിട്ടുണ്ട്. അത് തുറന്നു നോക്കുമ്പോ അതില് ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. ചാനാണ് അവൾക്ക് വേണ്ടി അത് വെച്ചിട്ട് പോയത്. അങ്ങനെ 6 മാസവും പെട്ടെന്ന് കടന്നുപോയി. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ചാനിനോട് വളരെ ദേഷ്യത്തിലാണ്. അവൻ എന്തുകൊണ്ട് ഇത്രയും നാൾ എനിക്കൊരു മെസ്സേജ് പോലും അയച്ചില്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗ്യാങ് പിന്നെയും ആ വീട്ടിലേക്ക് വരാൻ പോകുന്നെന്ന വിഷയം അറിയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും വീട് വൃത്തിയാക്കാനായിട്ട് ചെല്ലുവാണ്. കൂടെ അമ്മ സ്നാക്സ് ബോക്സും കൊടുത്തു വിട്ടിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നത് അവള് സ്നാക്സ് തുറന്ന് കഴിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ആദ്യത്തെ പോലെ വിക്കലെടുക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവളുടെ മുമ്പിലേക്ക് ഒരു വാട്ടർ ബോട്ടിൽ വരുന്നുണ്ട്. നോക്കിയാല് നമ്മുടെ ഗ്യാങ് എല്ലാവരും ഇപ്പൊ തിരികെ വന്നിരിക്കുകയാണ്. കൂടെ ചാനും ഉണ്ട്. ചാനിനെ നോക്കി അവള് ചിരിക്കുന്നുണ്ട്. ചാനും തിരികെ അവളെ നോക്കി ചിരിക്കുവാണ്. ഇനി എത്ര വേണമെങ്കിലും അവർക്ക് ലവ് ചെയ്യാം. ഇതോടെയാണ് ഈ ഡ്രാമ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു അടിപൊളി ഡ്രാമ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.